മടി 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 എല്ലാത്തിനും മടി. സോ ഇതെങ്ങനെ മാറ്റിയെടുക്കാം? അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ജിം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ നമ്മുടെ മടി മാറ്റാം എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അടിച്ചേക്കുക. സോ ഇതുപോലത്തെ നല്ല നല്ല മോട്ടിവേഷണൽ മെസ്സേജുകൾക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. സോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തിനും മടിയാണ് പലരും. പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിനിടയിലുള്ളത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. എന്റെ കൊച്ചിന് ഭയങ്കര മടിയാണ്, അവന് പഠിക്കാൻ മടിയാണ്, അവന് കളിക്കാൻ പോകാൻ മടിയാണ്, അവന് പുറത്തു പോകാൻ മടിയാണ്, അവന് അതിന് മടിയാണ്, ഇതിന് മടിയാണ്, അവന് ജോലി ചെയ്യാൻ മടിയാണ്. അങ്ങനെ പലതരം മടി. എന്തിന് നമുക്ക് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ തന്നെ മടി വരും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മടി വരാനുള്ള കാരണം? എന്താണ് നമുക്ക് ഈ മടി? എങ്ങനെ നമുക്ക് ഇതിനെ ഒഴിവാക്കാം? അങ്ങനെ എന്ത് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ മടിയെ ഒഴിവാക്കാം? നമ്മൾ മടി പിടിച്ചിരുന്നാൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റുമോ? ഇങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ മടി മാറ്റിയെടുക്കാം? സോ മടി മാറ്റിയെടുക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോട് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് തോന്നുന്ന ആരോട് വേണമെങ്കിലും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, സംസാരിക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ മടി മാറ്റാൻ വേണ്ടി നമ്മൾ എന്തിന് തിരിച്ചു വരണം? എന്ത് കാര്യം കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം? എങ്ങനെ കാരണം ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു, അതാണ് ഒന്നാമത്തെ കാര്യം. സോ എന്തിനു വേണ്ടി നമ്മൾ തിരിച്ചു വരണം? അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഞാൻ എന്റെ മടി മാറ്റി, എന്തൊക്കെ കാര്യത്തിൽ ഞാൻ എന്റെ മടി മാറ്റിയെടുക്കണം? ആർക്ക് വേണ്ടി ഞാൻ മടി മാറ്റിയെടുക്കണം? ഒന്നാമത്തെ കാര്യം, മടി മാറ്റിയെടുക്കേണ്ട മെയിൻ ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് വേണ്ടി തന്നെയാണ് മടി മാറ്റിയെടുക്കേണ്ടത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കുന്നതിനാണ് നമ്മുടെ ഗട്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മടി മാറ്റിയെടുക്കേണ്ട ആദ്യത്തെ ആൾ നമ്മളാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ പേരൻസിന് വർക്ക്, ഇല്ല നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും വർക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും വേണമെങ്കിൽ ആയിക്കോട്ടെ, ഇല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അങ്ങനെ അവരുടെ വർക്ക്, ഇല്ല നമ്മുടെ പിള്ളേരെ വർക്ക്, കുട്ടികളെ വർക്ക്, അവരെ ഒരിക്കലും മനസ്സിലോട്ട് കൊണ്ടുവരിക. എന്നാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കണം, ഇല്ല നമുക്ക് വേണ്ടി ജീവിച്ച് ഇത്രയും വളർത്തുന്ന നമ്മുടെ പേരൻസിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും എല്ലാം ചെയ്ത് കൊടുക്കാൻ കഴിയണം. കാരണം എന്റെ അപ്പനും അമ്മയെ ഇത്രയും വളർത്തി വലുതാക്കി, അവർക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റി എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുക്കാലുള്ള മടി മാറിയെടുക്കും. പിന്നീടുള്ള പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ മടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാര്യം, നമ്മൾ ആർക്ക് വേണ്ടി മടി മാറ്റിയെടുക്കണം എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. നമ്മുടെ പേരൻസിന് വേണ്ടിയാണോ, നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണോ, നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയാണോ, ഇല്ല ഞാൻ മറ്റാർക്കെങ്കിലും വേണ്ടിയാണോ, അതോ എനിക്ക് വേണ്ടി തന്നെ? അങ്ങനെ പല കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ഞാൻ മടി മാറ്റാൻ വേണ്ടി ചെയ്യേണ്ട മെയിൻ കാര്യങ്ങളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, എപ്പോഴും തോറ്റു പോകുന്നു. സാറേ ഞാൻ എന്ത് കാര്യം ചെയ്താലും തോറ്റു പോകുന്നു, ഇല്ല ചേട്ടാ ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും തോറ്റു പോകുന്നു, എനിക്ക് ഒരു കാര്യത്തിലും വിജയിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് മടിച്ച് അത് ചെയ്യണോ വേണ്ടിയോ അങ്ങനെ പല കാര്യങ്ങളും കൊണ്ട് എന്റെ മൈൻഡ് ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം നമ്മൾ എന്ത് ചെയ്താലും തോറ്റു പോവുക. തോക്കാനുള്ള മെയിൻ കാരണം നമ്മുടെ മടിയാണ്. നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ 1% വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ഫുൾ എനർജി കൊടുക്കുക. നമ്മൾ ഒരു പാതി എനർജിയിൽ കാൽഭാഗം എനർജി കൊടുത്തിട്ട് നടക്കുവോ ഇല്ലയോ എന്നുള്ളൊരു ചിന്തയിൽ ഇരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നടക്കില്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഫുൾ എനർജി കൊടുത്തിട്ട് ചെയ്തു നോക്ക്, നിങ്ങൾക്ക് അതിലൊരു മാറ്റം കാണാം. നിങ്ങൾ വിചാരിച്ചോൾ മുഴുവൻ മാറിയില്ലെങ്കിൽ പോലും അതിലൊരു ചെറിയ മാറ്റം വന്നിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഉള്ളിലൊരു വിശ്വാസത്തെ നമ്മൾ ഫുൾ എഫേർട്ട് കൊടുത്തിട്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് ഒരു വലിയൊരു കാറ്റഗറിയാണ് ഈ കാര്യത്തിൽ. വളരെ വലിയൊരു കാറ്റഗറി എന്ന് പറയാൻ വളരെ വലിയൊരു കാര്യം. ശരിക്കും പറയാം അതൊരു മെന്റൽ ഡയറ്റ് എന്ന് പറയാം. നമുക്ക് പറയാം മെന്റൽ ഡയറ്റ്. നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ, ഇല്ല നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്താനുള്ള ഒരു ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇൻ കേസ്
നിങ്ങൾക്ക് മടിയാണ്, ഇല്ല നിങ്ങൾ എപ്പോഴും പരാജയപ്പെടുക, നിങ്ങൾക്ക് വൻ പരാജയങ്ങളാണ് എപ്പോഴും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്തിട്ടും തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുത്തിട്ട് ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയെങ്കിലും പോകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാം. വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഏറ്റവും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ആ ഇഷ്ടത്തോടുള്ള കാര്യം ചെയ്ത് നിങ്ങൾ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾക്കൊരു യാത്ര ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരെ പോയി കണ്ട് സംസാരിക്കുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കട്ടെ, എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് മാത്രം ചെയ്യാം. അങ്ങനെ അത് മാത്രം നിങ്ങൾ ആലോചിച്ചിട്ട് അന്നത്തെ ദിവസം നിങ്ങൾ അതിനുവേണ്ടി മാത്രം മാറ്റി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മടി പകുതി മുക്കാലോടെ പറയും. കാരണം നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ മൈൻഡ് എപ്പോഴും ഒന്ന് ഫ്രഷാണ്. ഒരു കുളിർമ, നമുക്ക് വേണ്ടപ്പെട്ടവരില്ല, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരെ പോയി കണ്ട് അവരോട് സംസാരിച്ചില്ല, അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഹാപ്പിയാണ്. ചിലർക്ക് യാത്ര ചെയ്യുന്നതിനോടായിരിക്കും. സോ കോവിഡ് കാലത്ത് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യുക, നല്ലൊരു സ്ഥലത്തോട്ട് യാത്ര ചെയ്യുക, നല്ലൊരു പ്രകൃതി കാണുക. ഒരു ദിവസം ഇല്ല 2 ദിവസം ഒരു ഗ്യാപ്പ് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുക. ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആയിട്ട് കിട്ടും. നിങ്ങളുടെ മെന്റലായിട്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളിലോട്ട് വരും. നിങ്ങൾക്ക് ചെയ്യണം, ഇല്ല എനിക്കിനി ഡെവലപ്പ് ആവണം, എനിക്കിനി ഇമ്പ്രൂവ്മെന്റ് ആവണം, എനിക്ക് മാറ്റം വരും എന്നുള്ളൊരു വിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിലോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. പകരം നിങ്ങൾ വെള്ളം അടിക്കുകയോ സിഗരറ്റ് വലിക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്താൽ നിങ്ങൾക്ക് ആ വൈബ് കിട്ടില്ല. അതിനും കുറച്ച് ഏതാനും മണിക്കൂറിലേക്ക് മാത്രമേ നിങ്ങൾക്കൊരു ഉത്തേജനം തരികയുള്ളൂ. അതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെന്റലായിട്ട് നിങ്ങളുടെ ഇമ്പ്രൂവ്മെന്റ് വരും. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിലോട്ട് വരുന്നതാണ്. സോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒരു മെന്റൽ ചേഞ്ച് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ പെയിന്റിംഗ് ആണ്, പെയിന്റ് ചെയ്യുക. പാട്ട് പാടാനും പാട്ട് പാടുക, ഡാൻസ് കളിക്കാനും ഡാൻസ് കളിക്കുക. അങ്ങനെ തന്നെ ചെയ്യുക. ഒരു 1-2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്ത് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കണ്ട. വേറെ ഒന്നും ആണ് നിങ്ങൾ തോറ്റുപോയി, ഇല്ല നിങ്ങൾ പൊളിഞ്ഞു പോയി, ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് അതിലൊരു ചേഞ്ച് കാണാം. കാരണം മടി പിടിച്ചിരിക്കുമ്പോൾ എപ്പോഴും മടിയാണ്. കാരണം മടി പിടിച്ചിരിക്കുമ്പോൾ ഇല്ല നമ്മളൊരു കാര്യം ചെയ്തു, കാരണം നമ്മൾ പകുതി എഫർട്ടോടെ ഒരു കാര്യം ചെയ്ത് നമ്മൾക്ക് അത് അറിയാതെ തോറ്റു പോകുന്നുണ്ടെന്ന്. സോ തോറ്റു പോയി എന്ന് കാണുമ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാകാൻ അയ്യോ കിട്ടിയില്ലല്ലോ, നടന്നില്ലല്ലോ, എപ്പോഴും ഒരു എക്സ്ക്യൂസ് ആണ്, നടക്കുന്നില്ല, ശരിയാവുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോ അങ്ങനത്തെ കാര്യം ഒരിക്കലും വിചാരിക്കരുത്. ഇൻ കേസ് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയിലാണ് നമ്മൾ ഇപ്പൊ ഉള്ളത്. ശരിയാ, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു ബിസിനസ് ആയിരിക്കും ചെയ്യുന്നത്, ഇല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലായിരിക്കും ഇപ്പൊ നമ്മൾ കൂടുതൽ അവേഴ്സ് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം കൂടുതലും പലർക്കും ജോലിക്കാരെയായിരിക്കും അതൊരു വലിയ ഉദാഹരണമായിട്ട് വരുന്നത്. കാരണം പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ജോബിലാണ് ഞാൻ ഉള്ളത് എന്നൊരു കൺസെപ്റ്റ് പലർക്കും ഉണ്ടാവും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇല്ല ശരിയാവില്ല, അത് പറ്റില്ല, ഞാൻ എന്ത് ചെയ്യാൻ, എനിക്ക് വേറെ ജോലി കിട്ടില്ല, വേറെ ഇതുപോലത്തെ നല്ലൊരു ജോലി കിട്ടില്ല, ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഒന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മളെ മാറ്റിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു സപ്പോർട്ട് വേറെ എവിടെ നിന്നും കിട്ടുള്ളൂ. നമുക്ക് സപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാവണം. സോ അതിനൊരു മൈൻഡ് മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജോലിയുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം കൂടെ സബായിട്ട് ചെയ്യാൻ തുടങ്ങി നോക്കുക. ചെറിയൊരു കാര്യം, ഉദാഹരണത്തിന് ഇപ്പം നിങ്ങളുടെ ജോലി നടന്നുകൊണ്ട് പോകുന്നു, പകരം നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 15 മിനിറ്റ് ഇല്ല ഒരു 1/2 മണിക്കൂർ ഡെയിലി നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്ത് നോക്കിയോക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓഫീസിലിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയും, ശരി ഇന്ന് വൈകുന്നേരം ഞാൻ എന്ത് പാട്ട് പാടും, എന്ത് ഞാൻ പാട്ട് പാടും, കാരണം അതായിരിക്കും നമ്മുടെ എപ്പോഴും ഒരു വൈബ്. സോ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജോലിയെല്ലാം തന്നെ സ്പീഡായിട്ട് നമ്മൾ തീർക്കാൻ തുടങ്ങും. അതാണ് നമ്മുടെ മെയിൻ ശ്രദ്ധ, നമ്മൾ ഇന്ന് എന്ത് പാട്ട് പാടും എന്നുള്ള കാര്യത്തിലേക്ക്. ഞാൻ പാട്ട് എന്ന് പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ്. ചിലർക്ക് അത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും, ചിലപ്പോൾ കുക്കിംഗ് ആയിരിക്കും, ഇല്ലെങ്കിൽ പുറത്തു പോകുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത് കഴിയില്ലാതെ എനിക്ക് എന്ത് ചെയ്യാം, അപ്പൊ അതിലോട്ട് നമ്മുടെ കോൺസെൻട്രേഷൻ ഒന്ന് കൊടുത്തു നോക്കുക. നമ്മുടെ സെക്കൻഡറി കാര്യങ്ങളിലേക്ക് നമ്മൾ മെയിൻ അത് കൊടുത്ത് ചിലപ്പോൾ നമ്മൾ
ഫാമിലിയുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടൈമായിട്ട് തോന്നുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്തായിരിക്കും നമ്മുടെ ഫാമിലിയിലുള്ള ആക്ടിവിറ്റി ഒന്ന് പ്ലാൻ ചെയ്യുക. ഓഫീസിൽ ഇരിക്കുമ്പോൾ ഒന്ന് പ്ലാൻ ചെയ്യുക എന്തായിരിക്കും എന്റെ ആക്ടിവിറ്റി. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഓഫീസ് വർക്ക് സ്പീഡാവും ഓട്ടോമാറ്റിക്കായിട്ട്. കാരണം നമുക്കുടെ മെന്റൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ആ ഒരു ഈവനിങ് നടക്കാൻ പോകുന്ന കാര്യത്തിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും. കൂടുതൽ എനർജി. ഇന്ന് ഞാൻ എത്ര വേഗം എനിക്ക് ജോലി തീർക്കാൻ പറ്റും, എനിക്ക് എത്ര വേഗം ഇതിന്റെ അകത്തുണ്ട് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ എത്ര വേഗം എനിക്കൊരു റിലാക്സേഷൻ കിട്ടും എന്നുള്ളൊരു കാര്യം മൈൻഡ് നമ്മൾ എപ്പോഴും ഉത്തേജിക്കും. അപ്പം നമ്മുടെ ജോബ്, നമ്മൾ മെയിൻ ആയിട്ടുള്ള ജോബ് നമ്മൾ അത്രയ്ക്ക് നമ്മൾ പറ്റുന്നില്ലല്ലോ, നടക്കുന്നില്ലല്ലോ ആ ടോട്ടൽ മൈൻഡ് മാറി ഈ കാര്യം വളരെ പോസിറ്റീവായിട്ട് തുടങ്ങും. ആ കാര്യം നമ്മൾ സെക്കൻഡറി ആയിട്ട് വിചാരിച്ചിരുന്ന കാര്യവും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തുടങ്ങും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ എന്റെ ലൈഫിൽ തന്നെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് സെക്കൻഡറി കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും കണ്ടിന്യൂ ചെയ്ത് നോക്കി നിങ്ങൾക്ക് അത് ഒരു വളരെ വ്യത്യസ്തമായിട്ട് ചേഞ്ച് ചെയ്യും. പക്ഷേ മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാതെ ആരെങ്കിലും പറയുന്നു നീ അത് ചെയ്യണം നല്ലതായിരിക്കും, നീ ഇത് ചെയ്യണം നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് തുടങ്ങരുത്. നിങ്ങൾക്ക് എന്ത് ഇഷ്ടമാണ്, നിങ്ങളുടെ മൈൻഡ് എന്ത് പറയുന്നു എന്ന് സ്വന്തം സംസാരിച്ച ശേഷം നിങ്ങൾ അങ്ങനത്തെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യം ചെയ്തു തുടങ്ങിയെടുക്കും. ഡെയിലി ഒരു 10-15 മിനിറ്റ്. കാരണം ആ 15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. സോ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല. എല്ലാവർക്കും ഇപ്പൊ നമ്മൾ നടന്നു വരുന്ന ടൈമാണ്, നടന്നു വരുന്ന ടൈമിൽ മാത്രം മതി നമുക്ക് ആ ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ. ഇല്ല വീട്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ഇഷ്ടമാണ്, ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി നമ്മളൊന്ന് ചിന്തിച്ചൊരു 15-20 മിനിറ്റ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് നോക്ക്. നമ്മുടെ എനർജിയിൽ നമുക്ക് ഒരു കുറെ പോസിറ്റീവ് വൈബ്സ് കയറി വരുന്നതായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അതൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കി. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അതൊരു റെഗുലർ ഡെയിലി ലൈഫായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്ന ജോബിലും വളരെ സിമ്പിൾ ആയിരിക്കും, ഭയങ്കര ഈസി ആയിട്ട് തോന്നും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ചിലപ്പോൾ ഇത് പിന്നീട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോബായിട്ട് മാറും. കാരണം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ മെയിൻ ചിന്ത എപ്പോഴും ആ സെക്കൻഡറി കാര്യത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കോൺസെൻട്രേഷൻ ചെയ്ത് പെട്ടെന്ന് തീർക്കാനും പെട്ടെന്ന് പോസിറ്റീവായിട്ടുള്ളത് ആവാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ സെക്കൻഡറി തിങ് പക്ഷെ അതിനുവേണ്ടി കൂടുതൽ സമയം എടുക്കരുത്. ആ ഒരു ടൈം എന്ന് പറയുക ഒരു 10-15-20 മിനിറ്റിൽ 1/2 മണിക്കൂർ ആ ഒരു റേഞ്ച് മാത്രമുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തു തുടങ്ങും. കാരണം മെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻകം ആയിരിക്കും. സോ ഇൻകത്തെ തൊട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡറി കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻകം സോഴ്സിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. മെയിൻ ഇൻകം എപ്പോഴും നമ്മളൊരു സെക്കൻഡറി തിങ് ആയിട്ടും അത് പ്രൈമറി ഇത് സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുക. അപ്പം ഇതിൽ നമുക്ക് ഫുൾ എഫേർട്ട് കൊടുക്കാൻ പറ്റും. അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എഫർട്ട് കൊടുത്ത് നമുക്ക് ജീവിതത്തിൽ മടി എന്ന വിഷയത്തെ അല്ലെങ്കിൽ മടി എന്ന കാര്യത്തെ മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ എനർജി നമുക്ക് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ആദ്യം വന്ന് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഈ വ്ളോഗ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഒരു മാറ്റം വരട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗുമായി കാണും വരെ ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.